സംവിധായകൻ, നിശ്ചല ഛായാഗ്രാഹകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ സംഗീത് ശിവൻ അന്തരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രാഹകനുമായ ശിവന്റെ മകനായി 1959 സംഗീത് ശിവൻ ജനിച്ചത്. MG കോളേജ്, മാർ ഇവാനിയോസ് കോളേജുകളുമായി പ്രീ ഡിഗ്രിയും BCom ബിരുദവും കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റും ഭാഗമായാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത്. ചലച്ചിത്ര രംഗത്തെത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തു. തുടർന്ന് പ്രശസ്ത ഛായാഗ്രാഹകനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി സംഗീത് എത്തുന്നത്. 1990 ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം. രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറിയായിരുന്നു ഇത്. വ്യത്യസ്തമായ മേക്കിങ്ങിലും കഥ പറച്ചിലിനാലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോധ ഒരുക്കി മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഇതും കരുതപ്പെട്ടു. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങിയ 6ഓളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. ബോളിവുഡിൽ 8ഓളം ചിത്രങ്ങൾ സംഗീത് ഒരുക്കിയിട്ടുണ്ട്. യോധയിലൂടെ AR റഹ്മാനെ മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനാണ്. തിരുവനന്തപുരം സാച്ചുവിലെ ശിവൻ സി സ്റ്റുഡിയോയും ശിവൻ എന്ന സംവിധായകനും തലസ്ഥാനത്തെ മലയാള സിനിമയുടെ നീലവെളിച്ചമാണ്. ശിവന്റെ 3 മക്കളും പിൽക്കാലത്ത് സിനിമാ പിന്തുടർച്ചയുടെ തിളക്കമായി മാറി. അച്ഛന്റെ ക്യാമറ കണ്ടാണ് സംഗീത് ശിവനും സന്തോഷ് ശിവനും സഞ്ജീവ് ശിവനും വളർന്നത്. സംവിധാനവും ഛായാഗ്രഹണവും അവർക്ക് പൈതൃകമായി ലഭിച്ചു. സംഗീത് ശിവന്റെ സംവിധാന കലയ്ക്ക് സഹോദരൻ സന്തോഷ് ശിവൻ തണലായി നിന്നു. സഹോദരൻ സന്തോഷ് ശിവനാണ് സ്വന്തമായി ഒരു ചിത്രം എഴുതി സംവിധാനം ചെയ്യുക എന്ന ആശയം സംഗീതിന്റെ മനസ്സിൽ പാകുന്നത്. വലിയ സംവിധാന പാരമ്പര്യമില്ലാത്ത അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ സന്തോഷ് ശിവന്റെ നിരന്തരമായ പ്രേരണ നിയോഗമായി. ആദ്യ ചിത്രത്തിൽ വലിയ താരനിരയെ ഒഴിവാക്കി തന്റെ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചതും സന്തോഷ് ശിവനായിരുന്നു. തുടർന്ന് 1990 രഘുവരന്റെയും സുകുമാരന്റെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിന് വേണ്ടി വ്യൂഹം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. അത് വിജയമായി മാറി. അദ്ദേഹത്തിന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവനായിരുന്നു. കായിക രംഗത്ത് തൽപരനായിരുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ട ഇനങ്ങൾ ഹോക്കിയും ക്രിക്കറ്റുമായിരുന്നു. കേരള സർവകലാശാലയിലും പ്രതിനിധീകരിച്ച നിരവധി മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പ്രമുഖരായ ഒട്ടേറെ സാങ്കേതിക വിദഗ്ധർ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിരം എഡിറ്റർ ശ്രീകർ പ്രസാദ് ആയിരുന്നു. ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിന് കരിയറിലെ വലിയ മാറ്റം നൽകിയത് അദ്ദേഹമായിരുന്നു. ബന്ധുക്കളായ സഞ്ജീവ് ശങ്കറും മനോജ് സിഡിയും മലയാളത്തിൽ ഛായാഗ്രാഹകന്മാരാണ്. മറ്റൊരു ബന്ധു സുബിൻ സുരേന്ദ്രൻ സംവിധാന രംഗത്തുണ്ട്.